നമസ്കാരം. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് 14 തിരുവനന്തപുരം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഒരെണ്ണം ആണ് പേരിന് വേണ്ടി വിൻസെൻ്റ് കോവളത്ത് നിന്ന് കോൺഗ്രസ്സായിട്ട് ജയിച്ചത്. ബാക്കി 13 മണ്ഡലങ്ങളും CPM ആണ് ജയിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ആര് ജയിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഭരണത്തിൻ്റെ സീറ്റിൻ്റെ എണ്ണം കൂടുതൽ ഭരണകക്ഷിക്ക് കിട്ടുന്നത്. അപ്പോൾ 13 സീറ്റ് ചെറിയ കളിയല്ല, ചെറിയ നമ്പരല്ല. ഈ 13 സീറ്റിലും മിക്കവാറും എല്ലാ സീറ്റുകളിലും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ചവരെ തന്നെയാണ് CPM വീണ്ടും പരിഗണിക്കുന്നത്. 2 പ്രാവശ്യം എന്നുള്ള 2 ടേം എന്നുള്ള പരിഗണന ഇപ്രാവശ്യം മാറ്റിവെക്കുകയാണ്. കാരണം ഈ 2 ടേമും കളിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ജയിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് എന്നാൽ വി ജോയി ജില്ലാ സെക്രട്ടറിയാണ് CPMൻ്റെ. അദ്ദേഹം വർക്കലയിൽ നിന്ന് വി ജോയിയെ ഒരുപക്ഷെ മാറ്റി പരീക്ഷിക്കാനൊരു സാധ്യതയുണ്ട്. പകരം ആർ സുഭാഷ് വർക്കലയിൽ ചിലപ്പോൾ വന്നേക്കാനുള്ള, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, ചിറയൻകീഴ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ആർ സുഭാഷിന് വരുമോ എന്ന് നമുക്കറിയില്ല. ഇനി ഉള്ള ബാക്കിയുള്ള ആളുകളെന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, CPIയുടെ നെടുമങ്ങാട് അനിൽ തന്നെ, GR അനിൽ തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാട്ടാക്കടയിൽ സ്റ്റീഫൻ തന്നെ വീണ്ടും CPMന് വേണ്ടി ഒന്നുകൂടി മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. IB സതീഷ് കാട്ടാക്കട മത്സരിക്കും. നെയ്യാറ്റിങ്കര അൻസലാം ആണ് മത്സരിക്കാൻ സാധ്യതയുള്ളത്. പാറശാല CK ഹരീന്ദ്രനാഥ് തന്നെ വീണ്ടും മത്സരിക്കാം. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആൻ്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല സെൻട്രലിൽ. പകരം ആരാണ് മത്സരിക്കുക എന്നറിയില്ല. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് തന്നെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കഴക്കൂട്ടത്തേക്ക് പോയേക്കാം. കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ പ്രശാന്ത് പോകാം. അപ്പോൾ സെൻട്രലിൽ വട്ടിയൂർക്കാവിൽ ആര് എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ നേമത്ത് ശിവൻകുട്ടി തന്നെ ഒന്നുകൂടി മത്സരിക്കണം. കാര്യം രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ ഒരു സാധാരണ ആളിനെ നിർത്തിയാൽ പോരാ, സ്ട്രോങ് ആയിട്ടൊരാളിനെ നിർത്തണം എന്നൊരു വാദം CPMനകത്ത് കിടപ്പുണ്ട്. നെടുമങ്ങാട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ GR അനിൽ തന്നെയായിരിക്കും വീണ്ടും സ്ഥാനാർത്ഥി. വാമനപുരത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമേ സ്ഥാനാർത്ഥിയാകാൻ എല്ലാവിധ സാധ്യതയുമുണ്ടായിരുന്നു. രമണി P നായർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല മത്സരം നടക്കും. കാരണം അവരവിടെ നിന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജനിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയ ആളാണ്. KPCCയുടെ സെക്രട്ടറി റാങ്കിലേക്ക് ഉയർന്നിട്ടുണ്ട്. വളരെ വലിയ പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് രമണി P നായർ. അവർ വനിതയുടെ വലിയ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അവർ വെഞ്ഞാറമൂടാണ് അവരുടെ സ്വദേശം. അവർ മത്സരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ആറ്റിങ്ങലിൽ CPI വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ശശിയൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കഴക്കൂട്ടം പറഞ്ഞു, നേമം പറഞ്ഞു, കാട്ടാക്കട IB സതീഷ് പറഞ്ഞു. മിക്കവാറും 13 മണ്ഡലങ്ങൾ, പിന്നെ സ്റ്റീഫൻ്റെ പറഞ്ഞു, നെടുമങ്ങാട്, എല്ലാ മണ്ഡലങ്ങളും ഞാൻ സൂചിപ്പിച്ചു. 13 മണ്ഡലങ്ങളിലും നിലവിലെ CPI നേതാക്കൾ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത.